നമസ്തേ, ഞാൻ മധു ബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ ടെക്നിക്കുകൾ നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞതിൽ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള 3 ടെക്നിക്കുകളെക്കുറിച്ചാണ്. കാരണം ഓരോരാൾക്കും ഓരോ ടെക്നിക്കുകളോടായിരിക്കും കൂടുതൽ ഇഷ്ടം. അതിലൂടെ ആയിരിക്കും പല കാര്യങ്ങളും അവർ നേടിയെടുത്തിട്ടുണ്ടാവുക. പേഴ്സണലി പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ്. എല്ലാ ടെക്നിക്കുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ റിസൾട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഈ 3 ടെക്നിക്കുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കിനോടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും റിസൾട്ട് കിട്ടുന്ന മറ്റ് ടെക്നിക്കുകളായിരിക്കും. എങ്കിലും ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് തന്ന 3 ടെക്നിക്കുകളെക്കുറിച്ചാണ്. റെഡി? ഒന്നാമത്തെ ടെക്നിക്ക് സ്വയം കത്തെഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി നമുക്ക് ലഭിക്കുന്നതായിട്ട് നമ്മളൊരു കത്തെഴുതുന്നു. ആ കത്ത് ആരിൽ നിന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ നമുക്ക് എഴുതുന്നതായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് അനുകൂലമായ രീതിയിലുള്ള ആ കത്ത്, അത് പ്രണയത്തിൻ്റെ പേരിലാവാം, ബിസിനസ്സിൻ്റെ പേരിലാവാം, ഏത് കാര്യത്തിലാവാം, കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ മറുപടി നമുക്ക് കിട്ടുന്ന അനുഭവം. അപ്പം നമ്മളത് വളരെ മനോഹരമായി എഴുതി കവറിലാക്കി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അഡ്രസ്സൊക്കെ എഴുതി. ഇപ്പോൾ ഫ്രം അഡ്രസ്സ് ആരിൽ നിന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ അഡ്രസ്സായിരിക്കും. ടു തീർച്ചയായിട്ടും നമ്മുടെ അഡ്രസ്സായിരിക്കും. ഇത് നമ്മൾ വളരെ വിശ്വസ്തനായിട്ടുള്ള നമ്മുടെ ചങ്ക് ഫ്രണ്ടിന് കൊടുക്കുന്നു. എന്നിട്ട് പറയണം, നീ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യണം. ചിലപ്പോഴൊക്കെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ ചങ്ക് ഫ്രണ്ടിന് നല്ല ഓർമ്മയായതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴോ അത് പെട്ടെന്ന് അവൻ്റെ കാറിൻ്റെ ഡാഷ് ബോക്സ് കണ്ട് അവനത് പോസ്റ്റ് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. നല്ല റിസൾട്ടാണ് അതിനെക്കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള ആളുടെ കയ്യിൽ തന്നെ കൊടുക്കുക. അങ്ങനെ എപ്പോഴാണ് നമുക്ക് പോസ്റ്റ് ചെയ്തതെന്നൊന്നും പറയരുത് എന്ന് അയാളോട് മുന്നേ പറഞ്ഞേക്കണം. അപ്പോൾ ആ കത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നമ്മുടെ കയ്യിൽ വരുന്നത്. നമ്മൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും ആ കാര്യം. അത് വായിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക ഫീലിംഗ് നമ്മളുടെ ആഗ്രഹിക്കുന്ന കാര്യത്തെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് കത്തിൻ്റെ രൂപത്തിലായാലും ടെക്സ്റ്റ് മെസ്സേജിൻ്റെ രൂപത്തിലായാലും നിങ്ങൾക്ക് ചെയ്യാം. ടെക്സ്റ്റ് മെസ്സേജിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ ആരിൽ നിന്നാണോ ഈ മെസ്സേജ് പ്രതീക്ഷിക്കുന്ന ആ പേരിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് ആദ്യം അയാൾക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എപ്പോഴെങ്കിലുമായിട്ട് ഇതേപോലെ തന്നെ എപ്പോഴെങ്കിലുമായിട്ട് ഇതിങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് അയച്ചു തരാൻ വേണ്ടി പറയണം. അപ്പോൾ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങും വളരെയധികം നിങ്ങളെ അത് കൂടുതൽ എന്തായിരിക്കണം, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം. ശരിയായ രീതിയിൽ അത് സംഭവിച്ച അതേ ഒരു മാനസികാവസ്ഥയിൽ തന്നെ നിങ്ങൾ നിൽക്കണം. അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? യഥാർത്ഥത്തിൽ തുള്ളിച്ചാടും അല്ലേ, അമ്മയെ പോയി കെട്ടിപ്പിടിക്കും അല്ലേ, അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ലഡു വാങ്ങിച്ചു കൊടുക്കും. ആ ഒരു ഫീലിംഗ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പില്ലോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ അതിൻ്റെ ചിത്രം, ഫോട്ടോ എടുത്തിട്ട് കുറേ നേരം, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അതിനെ തന്നെ നോക്കി വിഷ്വലൈസ് ചെയ്ത് ആ ഫോട്ടോ തന്നെ, അതിപ്പോൾ എന്ത് കാര്യത്തിനായാലും, ഇപ്പം ജോലിയുടെ കാര്യമാവാം, ഇപ്പം ജോലിയുടെ കാര്യമാണെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതിൻ്റെ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തെടുത്തിട്ട് അത് നോക്കി കാണാം. കാറാണെങ്കിൽ ആ കാറിൻ്റെ ഫോട്ടോ കാണാം. റിലേഷൻഷിപ്പാണെങ്കിൽ ആകർഷിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ഒക്കെ, ബെസ്റ്റിയുടെ ഒക്കെ എന്താക്കാം, നമുക്ക് ഫോട്ടോ കണ്ട് നോക്കി കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇരുന്നതിന് ശേഷം ആ ഫോട്ടോ എടുത്ത് നമ്മുടെ പില്ലയുടെ അടിയിൽ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. ഇതാണ് പില്ലോ ടെക്നിക്ക്. ഇത് ഒരു ദിവസം ചെയ്താൽ മതി.
അതേപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള വേറൊരു ടെക്നിക്കാണ് വാട്ടർ ടെക്നിക്ക്. വാട്ടർ ടെക്നിക്കിൻ്റെ ഒരുപാട് വേർഷൻസ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംപ്ലി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് റിലാക്സ് ആയതിനു ശേഷം ആരും റൂമിലില്ലാത്തൊരവസ്ഥയിൽ കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് നേരം നമ്മുടെ കയ്യിൽ വെച്ചതിന് ശേഷം കുറേ നേരം ആ വെള്ളത്തിലോട്ട് നോക്കിയിട്ട് നമുക്ക് വേണ്ട അഫർമേഷൻസ് അതിലോട്ട് പറയാം. ഐ എം എ മണി മാഗ്നറ്റ്, പണത്തിൻ്റെ കാര്യമാണെങ്കിൽ. ഐ എം അട്രാക്റ്റിംഗ് എ ലോട്ട് ഓഫ് മണി. ഐ എം ഗെറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ് മണി. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന ഐ എം വെരി ഹാപ്പി, ഐ എം ലീഡിങ് എ പീസ്ഫുൾ ലൈഫ്, എന്തൊക്കെ വേണോ ആ കാര്യങ്ങളൊക്കെ വെള്ളത്തിനോട് സംസാരിച്ചതിന് ശേഷം റിലാക്സ് ആയിട്ട് വെള്ളം കുടിക്കുന്നു, കിടക്കുന്നു. ഓക്കെ, ഇത് നമുക്കൊരു 21 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് റിസൾട്ടുകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ടെക്നിക്കുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും റിസൾട്ട് തന്നിട്ടുള്ള ടെക്നിക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ തന്നെ ഈ ടെക്നിക്കുകളെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം ഈ ടെക്നിക്കുകൾ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ, റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോകൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും. പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണും വരെ നമസ്തേ. താങ്ക് യു ഫോർ വാച്ചിങ്.